സിമ്പിൾ. എന്ത് റിലാക്സ് ആയിട്ടുള്ള ഗെയിമാണെന്ന് അറിയോ? എനിക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കര പ്ലഷർ കിട്ടണം. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടണം ഗെയിം കളിക്കുമ്പോ. മെന്റലി ഭയങ്കര ഹാപ്പിനെസ്, സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. സന്തോഷം കൊണ്ട് ടെലിപോർട്ട്. താഴെ ടെലിപോർട്ട്. ടെലിപോർട്ട് താഴെന്ന് പറഞ്ഞാ അവൻ എവിടെയെങ്കിലും കൊണ്ടിടുക നമ്മള്. അതങ്ങനെയാണ് കൊണ്ടുപോവാ. ഞാൻ കൺട്രോൾ ചെയ്യണതല്ല. സൂപ്പർ, ഇത് ഞാൻ കൺട്രോൾ ചെയ്തതാ. അളിയോ അത് കൺട്രോൾ ചെയ്യണോ അളിയോ? അത് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നു നീ മുകളിൽ സ്പോൺ ആകുമ്പോ റൈറ്റിലോട്ട് പ്രസ് ചെയ്ത്. എനിക്കിപ്പോ മനസ്സിലായി അത് എങ്ങനെയാന്ന്. നിങ്ങക്ക് ആർക്കും ബുദ്ധി വന്നില്ല. ഞാൻ പറയാ, നിങ്ങക്ക് ബുദ്ധി വരാത്തൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വയ്ക്കണേ. കണ്ടാ ഇതാ ചെയ്യാൻ പറഞ്ഞത്. ഇത് ഇപ്പൊ കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഗെയിം ഉണ്ടാക്കിയത് എനിക്ക് പറയാതിരിക്കാൻ വയ്യടാ. എനിക്ക് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവളയാ? അവിടുന്ന് അപ്പുറത്തോട്ടാണല്ലേ? കണ്ടാ വെറും റാസ്കലാ ഉണ്ടാക്കിയെന്ന്. സത്യം. എടാ ഇവൻ വെയിറ്റ് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണല്ലോ. ഇവൻ പോയി ചേട്ടൻ മറന്നോ? എടാ അവൻ അത് നിനക്ക് വേണ്ടി നിക്കൂല. എടാ അവൻ മറന്നു വീണ്ടും മറന്നു. ഇവൻ മറന്നു പോകട്ടോ. മറന്നു പോകുന്നുണ്ട്. ഇപ്പൊ ചാടുമല്ലേ? ഇത് വരുമ്പോ എടാ അത് വരുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവൻ റൈറ്റിലോട്ടാ വരുന്നതെന്ന് ഓർമ്മയില്ലേ? റൈറ്റിലോട്ട് മൂവ് ചെയ്യും, റൈറ്റ് ചേർന്ന് പോയി. നീ പിന്നെ എന്തിന് പറയണേ? ഞാൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് എനിക്ക് ഡീകോഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഓക്കെ കളിച്ചോ. ഇത് സൂപ്പർ. ഒരുപാട് ചിന്തിച്ചിട്ട് ലെഫ്റ്റിലോട്ട് പോയി. ഇത് ഇതിന് തന്തയില്ലാത്തവനാണടാ. അവിടെ നിക്ക് ചാടിക്കോ. ഓക്കെ, ഞാൻ വീണ്ടും അവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ എന്തോ വരും. അതെങ്ങനെയാണ് രക്ഷപ്പെട്ടെ? കാലുകൊണ്ട് അതെന്താ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്റെ. കറക്റ്റ് എന്ത് രസമായിട്ടാണ് ഞാൻ കളിച്ചെന്നറിയാം അവിടെ. കറക്റ്റ് ഇതെന്തോ എനിക്ക് പണി വെച്ചേക്കുവാണേ. ഇതെന്തോ പണി വെച്ചേക്കുവാണേ. ചുമ്മാ ബെറ്റ് നോക്ക്, ഒന്ന് ബെറ്റ് നോക്ക് ചേട്ടാ. സൂപ്പർ. ഇത് ലെവൽ അടുത്തെന്താ പണിയുണ്ടേ? അടുത്ത ഇത് റിപ്പീറ്റ് ആണോ? എന്തോ പണിയുണ്ടേ. ഇവിടെ വരുന്നടാ ഈ ടെലിപോർട്ട്. ഓക്കെ എടാ, എത്ര പ്രാവശ്യം? 2 അത് എണ്ണിക്കോണേ. 3 4 5 6. അടുത്തില്ല. ആണോ? ഭയങ്കര കസാരലോട്ട് നിന്റെ അച്ഛനെ കൂടെ കൊണ്ടിരുത്ത്. പുള്ളി ഈസി കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കണ. കണ്ടാറോളി കേട്ടാ. 3 റൈറ്റ് സൈഡില് പോയില്ലല്ലോ അവസാനം. കണ്ടോ? അല്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അനുവിനെ കൊണ്ടുപോകും. ഇതൂടെ കഴിഞ്ഞിട്ടാണ് അത് വരുന്നേ. നീ തന്നെയല്ലേ രണ്ടാമത്തെ റണ്ണി? 1 2 3 നേരത്തെ കണക്ക് ഓർമ്മയുണ്ടോ? 4 5 5 5 6
ഈ വട്ടം അഞ്ചായിരുന്നു. 1 2 3 4 5 അങ്ങനെ ബ്രേക്ക് കിട്ടുന്ന ഒരു സാധനം അല്ല. 2 3 4 5 6 ലെഫ്റ്റ്. അല്ല അവിടെ അടി മെഴുകും, അവിടെ കൊണ്ടുവിടും ഇല്ലേ? ലെഫ്റ്റോട്ട് കയറിയത് മെഴുകിയാനെ. കൊണ്ടുപോയാ നിന്നെ. ഇതെന്തോന്നടേ, ഇതെങ്ങനെ പോവും? എന്തായാലും ഒരു പ്രാവശ്യം വീണാലേ മനസ്സിലാകത്തുള്ളൂ. ഇത് ഒരു വട്ടം വീഴാതെ ഞാൻ ഇത് ഫിനിഷ് ചെയ്താലോ? ആ ചെയ്ത് നോക്കട്ടെ. അല്ലല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ ഒരു അണ്ടി മുമ്പ് ഞാൻ നേരെ ചാടാൻ പോണേ. അയ്യോ അളിയാ, നീ ഒരു അണ്ടി മുമ്പനായി പോടാ രഘുലേ. അളിയോ ലൈവിൽ അറിയാതെ നീ അണ്ടി മുമ്പനായി പോടാ. അയ്യോ സോറി സോറി. അറിയാതെ പറ്റിപ്പോയതാ രഘുലേ. നന്നായിട്ട് രണ്ടാമത്തെ ചാടി നോക്ക്. എടാ ഒന്നാമത്തെ ചാടല് പണി. ഞാൻ പറയട്ടെ, ഇതിവിടെ വരണം, മനസ്സിലായോ? സൂപ്പർ. അത് അതിൽ തന്നെ അതിബുദ്ധി അല്ലായിരുന്നു, അത് ഇവിടെ തന്നെ മാറില്ലേ? അവൻ നമ്മളെക്കാളും അതിൽ തന്നെയാണ് ചാടുന്നത് കേട്ടാ. കണ്ടാ ഈ പട്ടി പിന്നെയും വരും. അവൻ മറ്റേ ലെഫ്റ്റിലായിരിക്കും ചാടും കേട്ടാ. ഈളെ ഓർമ്മയുണ്ടല്ലോ എങ്ങനെയൊക്കെ പോയെന്ന്? ഇല്ല. റൈറ്റ് ചാടണ്ട, ഇത് റൈറ്റ്. ഇത് ലെഫ്റ്റിൽ ആടണ്ടേ? ഇത് റൈറ്റ്, ഒരു ലെഫ്റ്റ്. അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് പോകണുണ്ടോ? ഇത് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ലെഫ്റ്റാ. അതന്നെ ലെഫ്റ്റ് ആയിരുന്നു. അത് ലെഫ്റ്റ് ആയിരുന്നു. എല്ലാം പഠിച്ചിട്ട് ലെഫ്റ്റ് മണിക്കുട്ടി ആരാണ്? മണിക്കുട്ടി വിശേഷിക്കണം. ലെഫ്റ്റ് നേരെ ചാടിയാ മതിയാ. ദൈവമേ, അതല്ലെങ്കിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നീ പറഞ്ഞു. എടാ എനിക്ക് എന്റെ ബ്രെയിൻ ഔട്ട് ആയടാ. തല പോയി. ബ്രെയിനിലെ കൂടി. എത്ര റണ്ണിൽ ഔട്ട് ആയിടിയാ? തന്തയില്ലാത്തവനെ. ഇനി എങ്ങോട്ടാ? ലെഫ്റ്റ്. ഇനി മറന്നു. ഇത് ലെഫ്റ്റ് 100%. ഈശ്വര തൂരിന്നാ തോന്നുന്നു. ഇല്ല സൂപ്പർ ആക്ടിങ് ബ്രോ. എനിക്ക് സിനിമയിൽ ഒരു അവസരം തരണേ. ഏതെങ്കിലും ഡയറക്ടറിനെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര അഭിനയിച്ചോലെ എനിക്ക് അഭിനയിക്കണം. എന്നെ ഒന്ന് ആരത്തേലും ഒന്ന് അഭിനയം ഒന്ന് റെക്കമെൻഡ് ചെയ്യോ? അന്ന കഴിവറാവനെ. ഇത് ഈസിയാ. അത് സ്വിച്ച് ആണോ മേളിൽ? അല്ലല്ല, അത് അതിന്റെ സാമാനം. കണ്ടതിലൊക്കെ പിടിച്ച് നോക്കരുത്. പെട്ടെന്ന് ഓടി ആ സ്വിച്ച് പ്രസ് ചെയ്യണം, മനസ്സിലായോ? പെട്ടെന്ന് ഓടി. ചെറുതായി പെട്ടെന്ന് അല്ലെ ചാടി ഓടണം. ചാടി അവിടെ ചാടി. ഇത് സാധനം വലുതാക്കണം. അതായത് ഇടിച്ച് തട്ടി. ഇനി എന്ത് ചെയ്യണം? അവിടെ ചാടി പോണം. അങ്ങനെ ആ ഗ്യാപ്പിലും ചാടണം. ഏത് വലുതായിക്കൊണ്ടിരിക്കണ്. ഓടി കയറണം. സാധനം വലുതാവുന്ന പൊന്നോ. അല്ലെ ഇത് ഭയങ്കര സീനാണല്ലോ. എന്തിനിപ്പോ നടന്നേ? ഇതെന്തുവാ? ഇൻവിസിബിൾ ഒക്കെ വരും. ഇൻവിസിബിൾ ഒക്കെ വരും. അത് ഇടയ്ക്ക് ഇൻവിസിബിൾ ഒക്കെ ഉണ്ടാവും. അതും നോക്കരുത്. ഇതെന്താ ഇങ്ങനെ? മേളത്ത് ചാടിയൊക്കെ
ഉണ്ട് കേട്ടോ. ഓ ഇത് സൂപ്പർ അല്ലേ, ഇത് കംപ്ലീറ്റ് അളിയാ. ചാണകം ബുദ്ധിക്ക് കളിച്ചല്ലേ. ഇത് സിമ്പിൾ അളിയാ, സിമ്പിൾ. ഓ ഇനി കേറാൻ പറ്റില്ല ആളെയാ, അവിടെ ചെല്ലുമ്പോ വീണ്ടും കമ്പി. അയ്യോ അല്ലല്ല, അങ്ങനല്ല, വലുതാവും അത്. തിരിച്ചു വരണം. അവിടെ തിരിച്ചു വരണം. അങ്ങനെ പ്രസ് ചെയ്ത് തിരിച്ചു വാ. തിരിച്ചു ഓ പ്രസ് ചെയ്തിട്ട് തിരിച്ചു വീണ്ടും മേലെ മറ്റേ പ്രസ്സിൽ മറ്റേ സ്വിച്ചിൽ പിന്നെയും പ്രസ് ചെയ്യണം. അങ്ങനല്ല, ലെഫ്റ്റ് ചേട്ടാ, അവിടോട്ട് പോണ്ട, അവിടോട്ട് പോണ്ട. സെറ്റ്. ചെറുതായിട്ടൊരു ഹാർട്ട് അറ്റാക്ക് വന്നായി.